ഗൈസ് അപ്പോൾ ഞാൻ ഈ വരയ്ക്കണ മീനിന്റെ ആ ടിവിയിൽ ജീവനോടെ വരും ഗൈസ്, ജീവനോടെ സൺ ഗോകു എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. അങ്ങനെയല്ലേ? Come on guys. നമുക്ക് fish. Fish. A fish, what a fish. അല്ല മാറ്റം ഉണ്ടാകുന്നൊക്കെയാണ്. അപ്പം സെറ്റില്ലേ? രംഗച്ചേട്ടൻ കാണിക്കുന്ന കാണിക്കും, ഇതൊക്കെ ശ്രദ്ധിക്കട്ടെ അമ്പാണേ. ഹലോ ഗൈസ്, അപ്പോൾ ഇതൊരു നമ്മുടെ ഒരു റിവ്യൂ ആയിട്ടാണ് നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത്. വെറും റിവ്യൂ അല്ല, നമ്മൾ ബുക്ക് റിവ്യൂ ആയിട്ടാണ് വന്നിരിക്കുന്നത്. വെറും ബുക്കല്ല, നമ്മൾ ഡ്രോയിങ് ബുക്കുമായിട്ടാണ് വന്നിരിക്കുന്നത്. വെറും ഡ്രോയിങ് ബുക്കല്ല, നമ്മൾ മാജിക്കൽ ഡ്രോയിങ് ബുക്കാണ് വന്നിരിക്കുന്നത്. അതായത് നമ്മളിപ്പോൾ ഇതിൽ അപ്പം നമ്മൾ ഞാൻ എൻ്റെ ഓഫീസിൽ നിന്ന് വാങ്ങിയതാണിത്. ഓഫീസിൽ ഇങ്ങനെ കൊണ്ടുവന്നപ്പോൾ വാങ്ങിയതാണ്. അതായത് ഇത് മെയിനായിട്ടും ഒരു 5-6 വയസ്സ് അല്ലെങ്കിൽ 10 വയസ്സിനകത്തുള്ള കൊച്ചുങ്ങൾക്കാണ് ഇത് കൂടുതലും, അവർക്കാണ് ഇത് ഉപകാരപ്പെടുന്നത്. കാരണം ഏതെങ്കിലും ഒന്ന് തുറന്നാണ്. ഇത് 3 ചാപ്റ്റേഴ്സ് ഉണ്ട്. ഇത് വോളിയം 2 ഹ്യൂമൻ അനാട്ടമി. അല്ല അതല്ല, ഇതെട്. എക്സ്റ്റിങ്ക്റ്റ് ആനിമൽസ് ഫസ്റ്റ് ചാപ്റ്റർ. ഇപ്പം ഇങ്ങനത്തെ അതായത് ഇതിൻ്റെ ഉപയോഗങ്ങൾ, ഇത് വാങ്ങുമ്പോൾ ഉള്ള കാര്യങ്ങളും എല്ലാം ഫ്രണ്ടിൽ, ഈ ബുക്കിൻ്റെ ഫ്രണ്ടിൽ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്. ഫസ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മളിതാണ്ട നമുക്കൊരു ഫോൺ വേണം. ആ അതായത് നമ്മളിപ്പോൾ ഇതിനകത്ത് കളർ ചെയ്തിട്ട് 2 മൊബൈൽ വേണം നമുക്ക്. ഇതിൽ കളർ ചെയ്തിട്ട് നമ്മൾ ഒരു ഫോൺ വച്ചിട്ട് നമ്മളത് ഇങ്ങനെ ഫോട്ടോ എടുത്ത് പുഷ് എന്ന് പറയുന്ന ഈ ബട്ടൺ ഉണ്ടല്ലോ, ഈ ബട്ടൺ വലുതാണ്. ഈ പുഷ് ബട്ടണിൽ കൊടുക്കുമ്പം നമ്മൾ കളർ ചെയ്ത സാധനം മറ്റേ ഫോണിലും ഇതിലും ഈ മാജിക് വാൾ എന്ന് പറയുന്ന ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യണം. എന്നിട്ട് ഇതിനകത്ത് നമ്മൾ കളർ ചെയ്തതിൻ്റെ ഫോട്ടോ എടുക്കണം. എന്നിട്ട് നമ്മൾ പുഷ് കൊടുക്കുമ്പോൾ അത് മറ്റേ ഫോണിലും ഓട്ടോമാറ്റിക്കായിട്ട് കണക്റ്റ് ആവും. അതിൻ്റെ ബാക്കി കാര്യങ്ങളെല്ലാം ഇതിൽ പറഞ്ഞിട്ടുണ്ട്. എളുപ്പമാണ് ഇത്. അഥവാ നിങ്ങൾക്ക് വല്ല ഡൗട്ട് ഉണ്ടെങ്കിൽ, ഇത് വായിച്ചിട്ട് നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ ഇത് വാങ്ങിക്കുമ്പോൾ തന്നെ നമുക്ക് അവരെ നമ്പർ തരും. ഡൗട്ട് ഉണ്ടെങ്കിൽ വിളിച്ച് ചോദിച്ചാൽ മതി, എല്ലാം കൃത്യമായിട്ട് അവർ പറഞ്ഞു തരും. അപ്പം അങ്ങനെ എന്നിട്ട് അതിനകത്തോട്ട് പുഷ് ചെയ്യുമ്പോൾ നമ്മൾ ഇപ്പുറം എടുത്താണ് ഇത് ഫസ്റ്റ് ചാപ്റ്റർ എക്സ്റ്റിങ്ക്റ്റ് ആനിമൽസ്, അതിനെയാണ് ഇത് ബുക്ക് പറഞ്ഞിരിക്കുന്നത്. എന്നിട്ട് നമ്മളിപ്പം ഈ പുഷ് ചെയ്യുമ്പോൾ ഇപ്പം ഈ പടമാണ് നമ്മൾ വരച്ചത്. നമ്മളിവിടെ ഒരു OTP ഉണ്ട്. നമ്മൾ ഈ പടമാണ് വരച്ചെങ്കിൽ ഈ ആപ്പ് തുറക്കുന്നത്, ഇത് ആരെയും വാങ്ങിക്കുകയാണെങ്കിൽ അത് ഞാൻ ഇത് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞു കൊടുക്കാം. അപ്പോൾ ഇതിൽ 2 ഫോണാണ് നമുക്ക് വേണ്ടത്. അപ്പം ഒരു ഫോണിൽ മെയിൻ ആയിട്ടുള്ള ആപ്പ് മാജിക് വാൾ എടുക്കണം. പിന്നെ മറ്റേ ഫോണിൽ നമ്മുടെ ഈ പടം പ്രസൻറ്റ് ചെയ്യുന്നില്ലേ, ആ പടം ഇങ്ങനെ ഒറിജിനാലിറ്റി തോന്നുന്ന ആ ഫോണിൽ, ആനിമേഷൻ ചെയ്യുന്ന ആ ഫോണിൽ മാജിക് വാൾ TV നടിക്കണം. അപ്പം മാജിക് വാൾ TV നടിക്കുമ്പം 2 ആപ്പാണ് വരുന്നത്. അപ്പം മാജിക് വാളിൽ നിന്ന് മറ്റേ ഫോണിലോട്ട് കണക്ട് ചെയ്യണം. അപ്പം മാജിക് വാളിൽ നമ്മൾ ഇതിപ്പോൾ ഞാൻ മാജിക് വാളാണ് ഈ ആപ്പ് എടുത്ത് വെച്ചിരിക്കുന്നത്. ഈ ആപ്പ് ഇപ്പോൾ മാജിക് വാളാണ് ഇട്ടിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ മാജിക് വാൾ തുറക്കുമ്പോൾ തന്നെ നമുക്ക് സ്കാന് പുഷ് അങ്ങനെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിപ്പം മാജിക് വാളാണ്. അപ്പോൾ ഇവിടെ ഒരു OTP ഉണ്ട്. ആ OTP വേണം തുറക്കുമ്പോൾ തന്നെ. ആ OTP എന്നിട്ട് കാണും. നമ്മുടെ മാജിക് വാൾ TVയില തുറക്കുമ്പോൾ അതിൻ്റെ സൈഡിൽ ഇത് നമുക്ക് സ്മാർട്ട് TVയിൽ മാജിക് വാൾ TV ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതാണ് മാജിക് വാൾ TV. ഈ OTP ഇവിടെ അടിച്ചു കൊടുക്കണം. ഇവിടെ ഓൾറെഡി ഞാൻ കാണാം. അപ്പോൾ നമുക്ക് ഇനി എൻ്റെ കണ്ണും പൊടി വേണം. അപ്പോൾ നമുക്ക് ഇനി നമ്മുടെ ഈ പിക്ചർ അതിലോട്ട് പുഷ് ചെയ്യാം. കണക്ട് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഇവിടെ കണക്ട് എന്ന് പറഞ്ഞ് കാണിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഇത് എടുത്തിട്ട് ഇപ്പോൾ ഏതാണ് അത് വേണ്ട, രണ്ടാമത്തെ പടം അതല്ല, ഇത് ചാപ്റ്റർ നോക്കട്ടെ. എക്സ്റ്റിങ്ക്റ്റ് ആനിമൽസ്. അത് നമുക്ക് ഓരോ സെക്ഷൻ ആയിട്ട് കാണാം. നമ്മൾ ഏതൊക്കെ ബുക്കിൽ എടുത്തോ ആ ബുക്കിലെ ഫുള്ളും കാണാം. നമ്മളിത് ചെയ്യുന്ന പോലത്തെ പാടൊന്നുമില്ല. അതിൽ ക്ലിക്ക് ചെയ്തിട്ടുണ്ട്. ഇനി ഇത് പുഷ് ചെയ്യാൻ കാണിച്ചോളൂ. ലോഡിങ്. ഇപ്പൊ നമ്മൾ പേരൊക്കെ എഴുതിയിട്ടുണ്ട് ഇതിൽ. നമ്മൾ ഡൈനോസർ ഉണ്ട്. ആ ഡൈനോസറിന്റെ കാണിച്ചു കൊടുക്കാം. ഡൈനോസറാണ് എനിക്ക് ഇഷ്ടപ്പെട്ട. ഇതല്ല, ഈ ഡൈനോസർ. ഇതിൽ കണ്ട പേര് ശില്പ. കാണിച്ചോട്.
ഇതിങ്ങനെ വരും. ഇതാണ് ഇതിന്റെ ഒരു പിന്നെ എന്താ ഇങ്ങനെ വരും. എന്നിട്ട് ഇതിലിപ്പം ഇപ്പൊ കൊച്ചു പിള്ളേരാണെങ്കിൽ ആ കൊച്ചുങ്ങള് വരച്ച പടം ഇതുവഴി ഇങ്ങനെ പറന്നു പോകും. ഇപ്പൊ ഇങ്ങനെ എടുത്ത് ഇത് നമ്മുടെ ഇപ്പൊ എന്റെ പേരൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. ഇല്ലേ ഒരു സെക്കൻഡേ കണ്ട ഇപ്പൊ ഇതിനകത്ത് ഒന്നും കാണുന്നില്ലല്ലോ, ഒന്നുമില്ല. ഇതൊരു കാർഡാണ്, ആ കാർഡ് മാത്രമേ ഉള്ളൂ, കുറെ മരങ്ങളും അങ്ങനെയൊക്കെ ഉള്ളത്. ഇനിയിപ്പോ നമ്മൾ വരച്ച ആ പടം ഇതിലിപ്പോ ഇങ്ങനെ ഓടും. അപ്പൊ ചെറിയ പുഷി വലുതായിട്ടുണ്ട്. അപ്പൊ ആ പുഷി ചെന്ന് കാണിച്ചു കൊടുക്ക. കണ്ട ശില്പ അതാ നടന്നു പോണ്. അടിപൊളിയല്ലേ? I'm sure you're all familiar with it. They lived about 150 million years ago to 65 ഇതുവഴി ഇപ്പൊ ഇങ്ങ് പോകുമ്പോ lived throughout what is now western northern India. അടിപൊളി. They walked on two legs, balancing its huge head. ഞാനാണ്, ഞാൻ ഭയങ്കര വലുതാണ്. ഇനി അടുത്ത് നിന്നെ കാണിച്ചു വിടും, മറ്റേ വവ്വാല്. അടുത്ത ഇതിനകത്ത് ഞാൻ എഴുതിയതാണ്. എന്തോന്നാണ് സൽമാൻ എന്ന് എഴുതിയിട്ടുണ്ട്. പാവ അത് ഇവിടെ പുഷ് ചെയ്യുന്ന സമയത്ത് ഞാൻ ഇവിടെ കാണിച്ചു തരാം. അത് പറന്നു പോകുന്നു കണ്ട. അപ്പൊ കൊച്ചു പിള്ളേരാണെങ്കിൽ എന്തോന്നാണ് അവരാ വരച്ച പടം ഇതിനകത്ത് ഇങ്ങനെ പറന്നു പോകുന്ന കാണുമ്പോൾ അവർക്ക് ഭയങ്കര സന്തോഷമായിരിക്കും. അപ്പൊ അവരുടെ എന്താണ് സാറ്റിസ്ഫാക്ഷൻ ലെവൽ കൂടും. കലാവാസന, അതാണ് ഞാൻ ആലോചിച്ചുകൊണ്ടിരുന്നത്. കലാവാസന കൂടും. ഇനി അടുത്തത് കണ്ട ഇതിങ്ങനെ പറന്നു പോയിക്കൊണ്ടിരിക്കും. ഇനി അടുത്തത് വീണ്ടും ഇപ്പം നമ്മൾ വേറൊരു കളർ ഇപ്പം ഏതാണ് ഇതിൽ എല്ലാത്തിലും എൻ്റെ പേര് എഴുതി വെച്ചേക്കുന്ന നീ സല്ലു. ഇനി ഇതിപ്പോ നല്ല കളറൊക്കെ ചെയ്യണേ, നല്ല കളറിൽ ഇതിൽ പറക്കും. കണ്ട ആ സാധനം ഇപ്പൊ വരും. ഇതോ കണ്ട ശില്പാന്ന് എല്ലാത്തിലും സല്ലു. പിന്നെ ഇതിൽ പറയുന്നത് എന്തോന്ന് വെച്ചാൽ അപ്പൊ കൊച്ചു പിള്ളേർക്ക് ഇപ്പം ഒരു 7 വയസ്സ് 8 വയസ്സുള്ള പിള്ളേർക്കാണെങ്കിൽ അതിനെപ്പറ്റി കൂടുതൽ അറിയാനും പറ്റും. കാരണം അതിനെപ്പറ്റി ഫുൾ ഡീറ്റെയിൽസ് ഇതിനകത്ത് അവർ പറയുന്നുണ്ട്. നമ്മൾ ഏത് ജീവിയാണോ എടുത്തിട്ട് നമ്മൾ ഇതിലോട്ട് പുഷ് ചെയ്യുന്നത്, അപ്പം ആ ജീവിയെ പറ്റിയാണ് കൂടുതലും ഇതിനകത്ത് ഇങ്ങനെ പറയുന്നത്. നിങ്ങൾക്ക് ഫോണിലും ടിവിയിലും ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. ഫോണിൽ ഇപ്പൊ ഒരു ഫോൺ വെച്ച് വേറൊരു ഫോണിലും ചെയ്യാം. പക്ഷെ ടിവിയിൽ ആകുമ്പോഴത്തേക്കും ഇപ്പൊ കൊച്ചു പിള്ളേരൊക്കെ ഇത് ചെയ്യുന്നെങ്കിൽ അപ്പൊ അവർക്ക് ഭയങ്കര സന്തോഷമായിരിക്കും. അയ്യോ ഞാൻ വരച്ച പടം എന്ന് പറഞ്ഞിട്ട് അവർക്ക് ഭയങ്കര സന്തോഷമായിരിക്കും. അങ്ങനെ അടുത്തത് നെക്സ്റ്റ് ഇത് നമ്മളല്ല കാണിച്ചു കൊടുക്കുക. വേറെ ഏതാ ഇനമാണ് വൂൾഫിന്റെ അപ്പൂപ്പൻ എവിടെ അയക്കുന്നു. സത്യം പറഞ്ഞാൽ ഇത് കാണുമ്പോൾ ഈ ഇത്രയും വലുതായി എനിക്ക് പോലും ഭയങ്കര സന്തോഷമാണ്. അപ്പം ഇവനൊക്കെ ആദ്യം നമ്മൾ ഫസ്റ്റ് ഇത് ചെയ്തതിന് ഭയങ്കര സന്തോഷമാണ് കേട്ടോ. ഇതൊക്കെ നമ്മൾ വരച്ച ആ കളറാണിത്. ഇപ്പൊ കൊച്ചുങ്ങൾ വരയ്ക്കുന്ന ഏത് കളറാണ് ആ കളറിൽ ഇതിനകത്ത് കാണിക്കുന്നത്. പക്ഷെ ഒരുപാട് കളർ ചെയ്യരുത്. ഒരുപാട് കളർ ചെയ്ത് കഴിഞ്ഞാൽ അത് ബാക്ക്ഗ്രൗണ്ട് ഒന്നും കളർ ചെയ്യല്ല. ആ ജീവിയെ മാത്രം കളർ ചെയ്ത് ഇങ്ങനെ കാണിക്കണം. അപ്പം ആ ജീവിയെ പറ്റിയാണ് ഇപ്പൊ ഈ ജീവിയെ പറ്റിയാണ് ഇവർ ഇതിനകത്ത് പറയുന്നത്. അപ്പൊ നമുക്ക് ഫോൺ തന്നെ TV തന്നെ വേണമെന്നില്ല, ഈ ഫോൺ തന്നെ വേണമെന്നില്ല, അല്ല TV തന്നെ വേണമെന്നില്ല. നമുക്ക് 2 ഫോൺ ഉണ്ടായാൽ മതി. ഒന്നിനകത്ത് മാജിക് ബോളും ഒന്നിനകത്ത് മാജിക് ബോൾ TV എന്ന് പറഞ്ഞ് ഡൗൺലോഡ് ചെയ്യണം. എന്നിട്ട് ആ ബുക്കിൽ തന്നെ പറഞ്ഞിട്ടുണ്ട് എന്താണ് ചെയ്യാനുള്ളത് എന്നുള്ളത്. സിമ്പിളാണ്. ഒരു സാറ്റിസ്ഫാക്ഷൻ. ഇത് ഞാനകത്ത് കാണിച്ചു തരാം, നീ അതിൽ ചെയ്യും. അപ്പം ഇതിൽ ഞാനിങ്ങനെ നടന്നു വരുന്നതാണ്. ഇതിപ്പോ നമ്മുടെ ഒരു ചാപ്റ്റർ ഫുള്ള് കണ്ടു കഴിഞ്ഞ് എന്നിട്ട് നമ്മൾ വീണ്ടും ബാക്ക് എടുത്തിട്ട് മാജിക് ബോളിൽ TVയിൽ കയറാവും. കാരണം എന്താണെന്ന് വെച്ചാൽ ആ OTP ഇതിന് സപ്പോർട്ട് ആവില്ല. ഒന്നുകൂടെ എടുക്കണം. ഇപ്പൊ ഹാപ്പി മേഡും മാജിക് ബോൾ
അപ്പൊ നമ്മളെങ്ങനെ പക്ഷെ എടുക്കാം? കൊച്ചു പിള്ളേർക്ക് ഇത് ഭയങ്കര ഉപയോഗപ്പെടും. നമ്മളെന്ത് ചെയ്യുന്നത്? ആ OTP ഈ ഫോണിൽ അടിച്ചു അതായത് ട്രാൻസ്പോർട്ടേഷൻ. എന്നിട്ട് ആ OTP ഇതിലോട്ട് അടിച്ചു കൊടുക്കണം. OTP അടിക്കണം കേട്ടോ. അടിക്കണ പ്രത്യേകിച്ച് കാണിച്ചു തരണ്ടല്ലേ. കണക്റ്റഡ്. എന്നിട്ട് നമുക്ക് ചെയ്ത് കൊടുക്കാം. ഇപ്പൊ ഞാൻ ഒരു എയറോപ്ലെയിൻ്റെ ഉമ്മയുടെ പേര് എഴുതി വെച്ചിരിക്കുകയാണ്, ശില്പ എയർലൈൻ. ശില്പ എയർലൈൻ. അതിൽ കുത്തണം. ഓപ്പൺ ചെയ്ത് അത് ഓപ്പൺ ചെയ്യും. Transportation. In ഒന്നുകൂടെ ancient push ചെയ്യ്. times, people used to walk on foot. Means of transport കണ്ട that move എൻ്റെ പേരിലുള്ള പ്ലെയിൻ. എനിക്ക് പ്ലെയിൻ ഇല്ല എന്നുള്ളൊരു പരാതി ഉണ്ടായിരുന്നല്ലോ. ഞാനിപ്പോൾ അംബാനിയെ പോലെ ഭയങ്കര പണക്കാരിയൊക്കെ ആയി. from one place എൻ്റെ പ്ലെയിൻ ഇതാ ഇങ്ങനെ പറന്നു പോവുകയാണ്. ഞാൻ എൻ്റെ പ്ലെയിൻ ലാൻഡ് ചെയ്യാറായി. ലാൻഡ് ചെയ്തോ. മനസ്സിരിക്കുകയുള്ളു. സ്വന്തമായിട്ട് പ്ലെയിൻ ഉള്ള ആളാണ് ഞാൻ. അനങ്ങാത്തടാ ഇത്. You're right. പതുക്കെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ലാൻഡിങ് എന്ന് പറയുന്ന പതുക്കെ ലാൻഡ് ചെയ്യുള്ളൂ നമ്മൾ. അടിപൊളി. അടുത്തത് നെക്സ്റ്റ് ഓട്ടോ ഉണ്ട്. പിന്നെ സ്കൂട്ടറുണ്ട്, ബോട്ട്, കാറ്. ഇപ്പം ഇതൊക്കെ കൊച്ചുങ്ങൾ കളർ ചെയ്തിട്ട് അതിൽ പുഷ് ചെയ്യുമ്പോൾ അതിൽ കാണാൻ പറ്റും. ഈ ഓട്ടോ അത് നോക്കട്ടെ. ട്രെയിനിന് നോക്കട്ടെ. റെയിൽവേ സ്റ്റേഷൻ അതൊന്ന് കളർ ചെയ്താൽ ജസ്റ്റ് ഒന്ന് കളർ. ഭയങ്കര ഒരു അത് ആക്കാൻ പറ്റും ചിലപ്പോ. ഇതേ ഞാൻ നോക്കി അത് പുഷ് ആവുന്നില്ല. കളർ ചെയ്യാത്തോണ്ടായിരിക്കും. കളർ ചെയ്യണം. നിന്റെ പേരെഴുതിപ്പോ. എൻ്റെ പേരല്ല, ഈ സൈഡൊക്കെ എന്നാലേ ഒരു ഗുമ്മുള്ളൂ. ഒരുപാട് ഭയങ്കര കളർ ചെയ്ത് കഴിഞ്ഞാൽ അത് സപ്പോർട്ട് ചെയ്യൂല. ഇപ്പൊ കൊച്ചു പിള്ളേരൊക്കെ ആകുമ്പോഴത്തേക്കും അവർ ഭയങ്കരമായിട്ട് അങ്ങ് കളർ ചെയ്ത് അങ്ങനെയൊന്നും ചെയ്യത്തില്ലല്ലോ. അപ്പം അവരെ ഒരു സന്തോഷം അത് മാത്രമാണ് നമ്മുടെ ടാർഗറ്റ്. പെട്ടെന്ന് വരയ്ക്കും. ലെങ്ത് കൂടി പോകണം വീഡിയോയുടെ. അടുത്തത് കളർ ചെയ്താലേ അത് പുഷാവും. ഇനി അടുത്ത ട്രെയിനാണ്. കൊടു. What is the mode of transport you see? Write your answer in the blanks below. ട്രെയിനിന്റെ മണ്ടയാണ് കാണിക്കുന്നത്. ഇപ്പൊ സൈഡ് കാണിക്കുന്നത്. You're right. It's a train. അടിപൊളിയല്ലേ? ഓക്കെ. നമ്മള് നല്ലോണം കളർ അടിച്ചിട്ട് നമ്മളെ പ്ലെയിനായിരിക്കും. നമ്മളെ പ്ലെയിൻ അല്ല അത്. നോക്ക്, അതെന്റെ പ്ലെയിനാണോ ഓ തന്നെ? ആ ശരി എന്നാ. എനിക്ക് മണ്ട കളർ മുകൾ ഭാഗം കളർ അടിച്ചാണ്. മുകൾ ഭാഗം അടുത്തേത് ഓട്ടോയാ. നീ എല്ലാത്തിലും എനിക്ക് വണ്ടിയൊക്കെ വാങ്ങിച്ചു തരാൻ പറ്റാത്തതുകൊണ്ട് നീ എന്നെ ഇങ്ങനെ പറ്റിക്കണല്ലേടാ. അടുത്തത് എൻ്റെ ഓട്ടോ. ഇഷ്ടംപോലെ വണ്ടിയുള്ള ഒരു ആളാണ് ഞാൻ. എന്താ ശില്പ ഒരു ഇൽപ്പ ഉണ്ട്. You're right. ഇനി നമ്മൾ അടുത്ത ഫിഷിന്റെ കാണിച്ചു തരാം. എടാ അണ്ടർ വാട്ടർ. ആ ഈ ഷാർക്ക് ഇതിൽ എൻ്റെ പേരെഴുത്. ഇതിലൊരു ഗുമ്മുള്ളൂ. നീ വായിൽ രക്തമൊക്കെ
ഐ ലവ് റെഡ്. ലിയോ റെഡായിരിക്കും എൻ്റെ ഇഷ്ടം. നല്ലോണം കളറേ, നല്ലോണം കളർ ചെയ്യണ്ട, ഇങ്ങനെ ചെയ്യാം. അപ്പം രക്തം കുറച്ചുകൂടെ നല്ലോണം ചെയ്യടാ. നല്ലോണം ചെയ്യുന്ന കൊച്ചുങ്ങളൊക്കെ ആണെങ്കിൽ അവർക്ക് ഭയങ്കര ഇഷ്ടമായിരിക്കും. ഇവൻ ഭയങ്കര മടിയനാണ്. To a new magic wall environment. ഇട് എൻ്റെ മീനിട്. ഇതാ പോണു ശില്പ, അതാ പോകുന്നു. Is a saltwater fish. They use their knife-like ശില്പ slice their prey. ശില്പേ വെട്ടി കറി വയ്ക്കും കേട്ടല്ലേ. ആലമ്പുളിക്ക് പോണൊക്കെയാണ്. വെള്ളത്തിൽ നീന്തണമെന്ന് എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു. അതും സാധിച്ചു. ഇനി എന്തോന്നാണ് ഇത്? എല്ലാത്തിനും ഒരേ കളർ കൊടുക്കുക. മടി കാണിക്കാതാ, വേറെ കളർ ഇട്. മടിയാനൊന്നുമില്ല അവൻ എന്തേലും വിളിക്കാൻ. എടാ ഞാൻ ചെയ്യാതെ ഇതാ, ഇവൻ ചെയ്തത് ഞാൻ ചെയ്തത് തമ്മിലുള്ള വ്യത്യാസം ഞാൻ കാണിച്ചു തരാം. അടുത്തത് ഇത് കണ്ടോ? Cowfish. അടിപൊളിയടാ. അയ്യോ അത് അടിപൊളി കേട്ടോ. സൂപ്പർ. ഞാൻ വരച്ച പടം ആ ജീവനോടെ ഓടുന്നു കണ്ട. ഇതിപ്പോ നിങ്ങളെ കൊച്ചു മക്കൾക്കാണ് ഇത് കാണിച്ചു കൊടുക്കുന്നെങ്കിൽ അവർക്ക് എന്ത് സന്തോഷമാവും. അവര് വരച്ച പടമാണ്, ബുക്കിൽ വരച്ച പടം. അത് ഇതുപോലെ ഈ ടി വിയിൽ ഇങ്ങനെ അല്ലെങ്കിൽ വേറൊരു ഫോണിൽ ഇങ്ങനെ ആകുമ്പോൾ ഭയങ്കര സന്തോഷമല്ലേ. അടിപൊളി അല്ലേ? അയ്യോ ഇതെന്ത് ക്യൂട്ടായിട്ടാണോ ഇത്. ഓ എൻ്റെ പേരൊക്കെ എഴുതാ ഇങ്ങനെ പോകും. അടുത്തത് ഏത്? ഇതില് മറ്റേ തെരച്ചിയ മീനല്ലേടാ? ആ കളർ കൊടുത്താൽ അത് എടുക്കൂല. ഭയങ്കര ഓവർ കളർ കൊടുത്താൽ എടുക്കൂല. അത് ഇവിടെ കളർ ഇവിടെ 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 ഉണ്ടായി മോളെ. ഇപ്പൊ രംഗം ചേട്ടൻ കാണിക്കും, അപ്പൊ കണ്ടാ മതി. മണ്ട ഫുള്ള് രക്തം. അപ്പൊ ഞാൻ ഈ വരയ്ക്കണ പടം ഇപ്പൊ ടിവിയില് ജീവനോടെ ഓടും ഗൈസ്. ഞാൻ ഇതിന്ന് അതിലോട്ട് ഞാൻ പുഷ് ചെയ്യാൻ പോവാണ് ഗൈസ്. അപ്പം ബജീറ്റ Are fish which live in a coral reef. Coral reefs form complex ecosystems with tremendous biodiversity. Among the marine inhabitants, നമ്മൾ ഇതിനെ ഇങ്ങനെ കാണിക്കാൻ നിന്നാൽ ഇനി ഒരുപാടുണ്ട്. ഇനി അടുത്തത് സെക്കൻഡ് ചാപ്റ്റർ. ഇത് സെക്കൻഡ് ബുക്കാണ്. ഇത് നമ്മുടെ കുറച്ചുകൂടെ, മറ്റേത് കുട്ടികൾക്കുള്ളായിരുന്നു, ഇത് കുറച്ചും കൂടെ വലിയ കുട്ടികൾക്കുള്ളതാണ്. അതായത് ഒരു 5-ൽ 6-ലൊക്കെ പഠിക്കുന്ന പിള്ളേർക്കുള്ളത്. അതായത് ഇത് ബ്രെയിൻ. ഇത് നമ്മൾ അന്ന് നമ്മൾ കളർ ചെയ്തതാണിത്. ഇനി ഈ ബ്രെയിനിനെ നമുക്ക് അതിലോട്ട് പുഷ് ചെയ്യാം. കാണിച്ചു കൊടുക്കും. അപ്പോൾ നമ്മളിപ്പം ഏതാണ് ബ്രെയിൻ അല്ലേ അത് ചെയ്തത്? ബ്രെയിൻ നമ്മൾ പുഷ് ചെയ്തിട്ടുണ്ട്. one of the largest and most complex organs in the human body. It is made up of more than 100 billion nerves that communicate in trillions of connections called synapses. ഇനി നെക്സ്റ്റ് നമ്മളെ കണ്ണ് ലെൻസ്. പക്ഷെ നമ്മൾ ഇത് ചെയ്യുമ്പോൾ കോപ്പിറൈറ്റ് വരുമോയെന്ന് അറിഞ്ഞൂടാ. വരുമോ? അതല്ലേ പറയുന്നതിൽ കണ്ണ് വരുമല്ലോ. നമ്മൾ ചെയ്ത് വന്നല്ലോ. ആ കണ്ണ്
eyes. ഇതാ വരുന്നു കണ്ണു. Eyes are organs of the visual system. നമ്മൾ കൊടുത്ത They കളറിൽ provide humans with vision, the ability to receive and process visual detail, as well as enabling several photoresponse. അപ്പം അത് ഫുൾ അതിനെപ്പറ്റി എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഇനി അപ്പം ഇനി എത്രയുണ്ട് കാണിച്ചാൽ? ഇനി കുറേ ഉണ്ട്. ഇന്ന് നമ്മൾ രാവിലെ ആയാലും തീരൂല. എടാ നമുക്ക് ഗാലക്സി കൂടെ ഒന്ന് ചെയ്താലോ? ഇതും കൂടെ ചെയ്ത് കാണിക്കാം. ഇതും കൂടെ ചെയ്തിട്ട് നമ്മൾ ഈ വീഡിയോ അവസാനിപ്പിക്കും. അപ്പോൾ ഗൈസ് നമുക്ക് ഇതുകൂടെ ചെയ്യാം. ഇവിടെ എവിടെ കളറേ? എന്തേ ഇവിടെ ഇവിടെ പച്ച കൊടു. വേറെ പച്ച പിടിക്കട്ട്. സാറ്റേൺ സത്യത്തിൽ ബ്ലൂ ആണോ മറന്നുപോയി ഞാൻ. പണ്ടൊക്കെ എനിക്ക് നല്ലോണം അറിയാം. 47 അറിയാം. ഇതില് നമുക്ക് ശില്പാണ്. എന്തോന്നടാ കുറച്ച് വൃത്തിക്കൊക്കെ എഴുതും. എന്തോ സോളാർ സിസ്റ്റം ആണ്. ഇപ്പം നമ്മൾ കൊടുത്തത് ഇപ്പോൾ ഇതിൽ വരും. വന്നോ? കണ്ട എൻ്റെ പേരെഴുതി. അയ്യോ അത് ഇതിൽ കണ്ട. ഇന്ത്യൻ ഗ്രഹങ്ങൾക്ക് പോലെ എൻ്റെ പേര് ഇവൻ ചെയ്തതാണ്. ഭംഗിയും എന്ത് രസമല്ലേ ഇത് കാണാൻ. ഒറിജിനാലിറ്റി ആണെങ്കിൽ ഇരിക്കണില്ലേ? എന്തോന്ന് ഇനി മരുന്നെടുക്കാന്ന് വന്നാ ഞാൻ ചന്ദ്രനിലൊന്ന് പോയിട്ട് വരാം. ഓക്കെ ഇത് നീ അവിടെ പോയില്ലേ? ഓക്കെ. സീനി എൻ്റെ കൈയുടെ അത്ര ഉണ്ട്. എൻ്റെ കൈയുടെ ഉണ്ടോ? എൻ്റെ അണക്കത്തെ 10 കൈ വെച്ചാൽ എനിക്ക് സാറ്റേൺ ഞെരടി പൊട്ടിക്കാം. എന്താ സാറ്റേൺ എനിക്ക് ഞെരടി പൊട്ടിക്കാൻ പറ്റും. സാറ്റേൺ പൊട്ടിത്തെറി. ഇപ്പൊ എന്തോന്നൊക്കെ വാ അമ്മ വന്നു. മഞ്ഞ കളറില് ഞാൻ പക്ഷെ ഫ്രണ്ടിലെ പേര് എഴുതിയിട്ടുണ്ടായിരുന്നു. അത് ഫ്രണ്ട് ഇപ്പൊ കാണിക്കും. അപ്പൊ ഇവിടെ അടേ ഉമ്മ അവിടെ നിന്ന് പെട്ടാ ഇല്ല മിനാറ്റിയാ ഞാൻ വരച്ച് കാണിച്ചു തരാം. ഇനിയിപ്പോ അടുത്തത് ഫോണയക്കാം. സൂമിയും പോലെ രസം. സാറ്റലൈറ്റ്. ഓക്കെ സാറ്റലൈറ്റ് ശില്പാന്നൊന്ന് എഴുതി വയ്ക്കല്ലേ? ഓക്കെ ഇപ്പം അവിടെ നിന്ന് വരും. അയ്യേ വരണം വയ്ക്കാതെ ഒരു ഭായി കാലോടിഞ്ഞ ആളുകളാണ്. കിടന്നുറങ്ങണം. ഇതാണ് ഞാൻ ഇപ്പൊ വരച്ചത്. അയ്യോ ഇതാണ്ട ഇതാണ് ഞാൻ വരച്ചത്. ഇപ്പൊ വരും. Satellite is an object that has been കേട്ടാ These objects എങ്ങനെയുണ്ട്? are artificial satellites to distinguish ചന്ദ്രനിൽ യഥാർത്ഥത്തിലെ ഒന്നും വിക്ഷേപിക്കാൻ പറ്റിയില്ല. അങ്ങനെയെങ്കിലും കിടക്കട്ടെ. ശില്പാന്ന് എഴുതി കൂടായിരുന്നു. among several other applications. They can be used to make star maps ഇപ്പൊ അവിടെ നിന്ന് വരും. and also എന്തോന്നു സാറ്റേണ് കെട്ടിപ്പിടിക്കാൻ പോവാ.
അടുത്ത ഭൂമി ആ ഭൂമിനെ കൊളാക്കിയൊക്കെയല്ലേ അമ്മ. ഭൂമി സൽമാൻ എന്നാ ഇത്, സല്ലു എന്നാ ഇത്. അതാകുമ്പോൾ നല്ലോണം കിട്ടും. ചെറുതായിട്ട് എഴുതിയാൽ മതിയേ. ഓക്കെ ഗൈസ്, അപ്പോൾ ആ സംഭവം വരുമ്പോൾ കാണാം. എന്റെ ഫോൺ സ്വിച്ച് ഓഫ് ആയി പോയി. മറ്റേ ഫോൺ നോക്കട്ടെ. ഞാൻ വരച്ച ഭൂമി ഇതാണ് എർത്ത്. അപ്പൊ അത് എർത്തിനെ പുഷ് ചെയ്തിരുന്നേ എർത്ത് ഇതുപോലെ ഇങ്ങനെ ഇവിടെ നിന്ന് ഇങ്ങനെ കറങ്ങിയായിരുന്നു. അപ്പം അതുകൊണ്ട് നിങ്ങൾക്ക് ഈ ബുക്ക് റിവ്യൂ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ അത് വാങ്ങിക്കണം തീർച്ചയായിട്ടും. കുച്ചിച്ചനാച്ചി കുട്ടികൾ അവിടെ ഉണ്ടെങ്കിൽ ആ കുട്ടികളെ മനസ്സ് നിറയിപ്പിക്കണം. അപ്പം ഇത് പക്ഷേ അന്നിക്ക് ഇത് ഞാൻ വാങ്ങിയെന്ന് പറഞ്ഞാല് ഞാൻ ഓഫീസിലിരുന്ന സമയത്ത് 2 പിള്ളേർ വന്നിട്ടാണ്. പക്ഷെ എനിക്ക് അങ്ങനെയാണ് കിട്ടിയത്. അതുകൊണ്ട് എനിക്ക് വേൾഡിൻ്റെ എനിക്ക് അങ്ങനെ കിട്ടുമെന്ന് എനിക്ക് അറിയില്ല. പക്ഷെ വേണമെങ്കിൽ ഞാൻ നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. അവരൊരു നമ്പറുണ്ട്. അന്ന് നമ്മൾ വിളിച്ചു ചോദിച്ചില്ലേ, അവർ പറഞ്ഞ എന്ത് ഡൗട്ട് ഈ ബുക്ക് വാങ്ങിച്ചിട്ട് ബുക്കുമായിട്ട് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും അവരെ വിളിക്കാൻ പറഞ്ഞു. 2 ബുക്ക്. ഒന്ന് നമ്മൾ നേരത്തെ കണ്ട ഈ തീരെ കൊച്ചു പിള്ളേർക്കൊക്കെ ഉള്ള ഇതുപോലെ കളർ ചെയ്യുന്ന ബുക്ക്. ഇങ്ങോട്ട് തീരെ കളർ ചെയ്യുന്ന ബുക്കും. നേരെ പിടിക്കേ, ഫ്രണ്ട് പേജ് കാണിക്കേ, ഫ്രണ്ട് ബുക്കും. മറ്റേതെന്ന് പറഞ്ഞാൽ ഇതുപോലെ കുറച്ച് വലിയ കുട്ടികൾക്കൊക്കെ ഉള്ള അങ്ങനത്തതും. ബെനിഫിറ്റ് ഒക്കെ ഇവിടെ എഴുതിയിട്ടുണ്ട്. ക്രിയേറ്റിവിറ്റി വർദ്ധിക്കുമെന്നാണ് ഇത് കൊടുത്തിരിക്കുന്നത് കുട്ടികൾ. അല്ല, കൊച്ചു പിള്ളേർക്ക് എന്തായാലും തീർച്ചയായിട്ടും അത് ഇപ്പം അവരിങ്ങനെ അവരിപ്പോൾ കളർ ചെയ്തിട്ട് ഇങ്ങനെ നോക്കുമ്പം ഇതിലിങ്ങനെ കാണുന്നത് ഭയങ്കര സന്തോഷമല്ലേ അല്ലേ? അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഉറപ്പായിട്ട് ഇത് നിങ്ങളുടെ വീട്ടിൽ കൊച്ചു കുട്ടികളുണ്ടെങ്കിൽ നിങ്ങൾക്ക് വാങ്ങിച്ചു കൊടുക്കാം. കൊച്ചു കുട്ടികൾക്ക് നല്ല മനസ്സ് നിറയും, അവർക്ക് നല്ല സന്തോഷമാവും. അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ 5ാമത്തെ തവണയെന്ന് പറയുന്നത് അതല്ലേ പറഞ്ഞോണ്ട്. അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ പറ. സബ്സ്ക്രൈബ്. അപ്പൊ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇതല്ലേ ഞാൻ ബൈ. നെക്സ്റ്റ് ഇയർ സബ്സ്ക്രൈബ് കുറച്ചുകൂടെ പറയാം. എന്റെ കൈ ഞെരടി പൊട്ടിക്കാം.